കണ്ണൂർ ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് മികച്ച വിജയം നേടിത്തന്ന വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി യുഡിഎഫ് നേതാക്കൾ. അശാസ്ത്രീയമായ വാർഡ് വിഭജനവും വോട്ടർ പട്ടികയിൽ അനർഹരെ തിരികെ കയറ്റി അർഹരെ ഒഴിവാക്കിയുമാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്ന് നേതാക്കൾ ആരോപിച്ചു. ഇലക്ഷനിൽ വർഗീയ ചേരിതിരിവ് വളർത്താൻ CPM നടത്തിയ ബോധപൂർവമായ പ്രചരണത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്നും നേതാക്കൾ പറഞ്ഞു. മതപരമായി വേർതിരിവുണ്ടാക്കാൻ വർഗീയ കാലമാക്കി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചത് ഗുണമല്ല. BJPയിലേക്ക് കുറച്ചെങ്കിലും ഒഴുകി പോകുന്നത് കണ്ണു തുറന്നതാണ് കേരളത്തിലെ CPM നേതൃത്വം. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഉത്തരായ കണ്ണൂരിലെ വോട്ടർമാരും കേരളത്തിലെ വോട്ടർമാരും ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെടുത്തു. നേരിയ രൂപത്തിലെങ്കിലും ഒരു മുന്നേറ്റം ചെറിയ തോതിൽ വോട്ടർ നിലവാരം ഉണ്ടാക്കാൻ BJPക്ക് കഴിയുന്നത് CPM തെരഞ്ഞെടുപ്പിൽ അത് വർഗീയമാണ്. അത് വളരെ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്ന കാര്യമാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുഖ്യമന്ത്രി തന്നെ പാർട്ടി സെക്രട്ടറി തന്നെ കിട്ടുന്ന വീടുകളിലൊക്കെ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ദിവസവും തലേ ദിവസവും വ്യാപകമായി CPM നടത്തിയ അക്രമത്തെ ജനങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ നേരിട്ടു. പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടിന് എതിരായുള്ള വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. കണ്ണൂർ കോർപ്പറേഷനിൽ ലീഡ് ഉയർത്താനും മുനിസിപ്പാലിറ്റികളിൽ UDF ഭരിച്ച മുനിസിപ്പാലിറ്റികൾ നിലനിർത്താനും സീറ്റ് നില വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. 3 ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം ഉറപ്പിച്ചു. UDF ഭരിച്ച പഞ്ചായത്തുകളിൽ ഭരണം നിലനിർത്തുന്നതോടൊപ്പം ഉദയഗിരി, പയ്യാവൂർ, കണിച്ചാർ, ആറളം, കേളകം, കൊട്ടിയൂർ, കുന്നോത്തുപറമ്പ്, നാറാത്ത്, ചെറുപുഴ, മുണ്ടേരി എന്നീ 10 പഞ്ചായത്തുകളിൽ ഭരണം CPMൽ നിന്നും പിടിച്ചെടുത്തു. ജില്ലയിൽ എല്ലാ പഞ്ചായത്തുകളിലും UDF അംഗസംഖ്യ വർദ്ധിപ്പിച്ചുവെന്നും നേതാക്കൾ പറഞ്ഞു. ബൈറ്റ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി, UDF ജില്ലാ ചെയർമാൻ PT മാത്യു, CA അജീർ, റോജസ് സെബാസ്റ്റ്യൻ എന്നിവരാണ് ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയത്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.